ഹലോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2 വ്ളോഗിൽ നമ്മൾ പാലക്കാടൻ വിശേഷങ്ങളൊക്കെ ആയിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പാലക്കാട് നിന്ന് തിരിച്ച് വരുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് പോയി നമ്മൾ കൊല്ലങ്കോടൊക്കെ കണ്ടതിന് ശേഷം രാത്രി നമ്മൾ റൂമൊക്കെ എടുത്ത് ഫ്രഷായി നമ്മൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ റൂമിൽ നിന്ന് തന്നെ കഴിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല ടയേർഡായിരുന്നു. കാരണം അതിൻ്റെ തലേ ദിവസം നമ്മൾ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏതൊരു ഫിലിമിന് പോവാം, സർവമായ ഫിലിം ഇങ്ങനെ നല്ല റിവ്യൂസൊക്കെ കേൾക്കുന്നതുകൊണ്ട് തന്നെ അതും കൂടി മിസ്സാക്കണ്ടെന്ന് കരുതി ഞാൻ ഫിലിമിന് പോയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ഉറക്കം കാരണം ഞാൻ നല്ലോണം തിയേറ്ററിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. എന്നാലും ഈ ഫിലിം കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കണ്ണിങ്ങനെ തുറന്നൊക്കെ പിടിച്ച് കുറേയൊക്കെ കണ്ടു. ഫിലിം കണ്ടെടുത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. OTT വരുമ്പോൾ എന്തായാലും ഒന്നും കൂടി കാണാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ കുറേ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും ഹാപ്പി ആയിരുന്നു. കണ്ട സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. പോകുന്ന വഴിക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളൊരു ഷോപ്പ് കണ്ട് അവിടെ കയറിയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. അതിലൊരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു ജംസ്യൂട്ട് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ജംസ്യൂട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അവിടെ നോക്കി നിന്ന് നമ്മൾ സമയം പോയതായിരുന്നില്ല. ട്രെയിനിന് വേണ്ടി നമ്മൾ ഓടുമായിരുന്നു. ജസ്റ്റ് മിസ്സിൽ ഭാഗ്യം കൊണ്ട് ട്രെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കും ആ വ്യൂവും കാര്യങ്ങളും ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ഈ പാലക്കാട് സൈഡിലേക്ക് ട്രെയിനിൽ പോകുന്നത് തന്നെ കാണാൻ ശരിക്കും കുറേ ഉണ്ട്. ഞാനപ്പോൾ ആ ട്രെയിനിലൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെട്ടത്തിലെ പാട്ടൊക്കെ വെച്ച് കുറച്ചും കൂടി ഒന്ന് വൈബ് ആക്കിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പാലക്കാട് ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ പാലക്കാടിൽ ആരെങ്കിലും കാണരുത്, നല്ല നല്ല സജഷൻസൊക്കെ പറയുക, നല്ല നല്ല സ്ഥലങ്ങളൊക്കെ. ഇനി എന്തായാലും ഫാമിലി ആയിട്ട് ഒന്നും കൂടി വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മ ഇങ്ങനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് ഈ സ്ഥലം. പിന്നെ ഞാൻ വീട്ടിലേക്ക് പറയാതെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ വരുന്നത് അവർക്ക് അറിയില്ലായിരുന്നു. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ആരുമില്ല. വീട്ടിൽ ഫുൾ ലൈറ്റും ഇല്ല, ആരുമില്ല. ഞാനാണ് സർപ്രൈസ് ആയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നപ്പോൾ നമ്മൾ പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ.